ഹിമാലയത്തിലൊക്കെ പോയെങ്കിലും ശിവനെ കണ്ടിട്ടുണ്ട്, വിഷ്ണുവിനെ കാണാൻ പറ്റിയിട്ടില്ല. വിഷ്ണുവിനെ പിന്നെ വേറെ ഒരിടത്തും വെച്ച് കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട ക്ഷേത്രം എന്നറിയപ്പെടുന്ന തിരുപ്പതിയിൽ വെച്ചാണ്. 2010 ഞാൻ ആദ്യമായി തിരുപ്പതിയിൽ പോയി. ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഞാൻ നോക്കുമ്പോൾ വിഗ്രഹം അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഈ കാര്യം, എന്താ ഇന്ന് വിഗ്രഹം ഇവിടെ വെക്കാത്തത് എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, എല്ലാവരും, ഞാൻ 2 വശവും നോക്കി, എല്ലാവരും നോക്കി തൊഴുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് നോക്കുമ്പോൾ എൻ്റെ ഇടതുവശത്ത് നോക്കുമ്പോൾ ഉള്ള എന്നേക്കാൾ ഒരു 2 അടി 3 അടിയും കൂടെ ഉയരത്തിൽ വിഗ്രഹം നിൽക്കുന്നു. തിരുപ്പതി വിഗ്രഹം. ആരാ ഇവിടെ കൊണ്ടുവച്ചതെന്ന് വിചാരിച്ച് ഞാൻ ഇത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ നെറ്റിക്ക് ഒരു വിട്ടുകൊണ്ട് അടയാളം. അപ്പോഴെനിക്ക് ഈ ആസ്ട്രൽ ബോഡിയെ കാണാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ അന്ന് തിരിച്ചറിയുന്നില്ല. ആ വെട്ട് എന്തായിരിക്കും? താങ്ങൽ പിടിക്കിരിക്കുന്ന പോലെ 2 വശത്തു നിന്ന് പിടിച്ചിരിക്കും. കയ്യിലൊന്നുമില്ല, മേപ്പോട്ട് കൈയില്ല. 4 കൈയാണ് കാണിച്ചിട്ട്, ശംഖും ചക്രം അതില്ല, ആ കൈയില്ല. പക്ഷേ ഈ വിഗ്രഹത്തിന് 8 അടി ഉയരമാണ്. നമുക്ക് ഇങ്ങനെ നോക്കിയെങ്കിലേ അതിൻ്റെ മുഖം കാണാൻ പറ്റും. ഒന്ന് കിരീടമില്ല, മുടിയാണ്. അങ്ങനെ പോയപ്പോൾ കിരീടം വെച്ച മനോഹരമായ സുന്ദരിയായ ഒരു ദേവി ഇരിക്കുന്നു. അതിൻ്റെ ഇടതുവശത്ത് ഒരാൾ കിടക്കുന്ന ഡിസ്റ്റൻസ് ഉള്ളതിനപ്പുറം ഒരു ദേവി, കിരീടമില്ല, അത്ര വലിയ ആർഭാടമായ ഡ്രസ്സല്ല. സർ, അങ്ങ് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ ക്ഷേത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് നമ്മൾ പ്രധാനപ്പെട്ട ക്ഷേത്രം എന്നറിയപ്പെടുന്ന തിരുപ്പതിയിൽ വെച്ചാണ്. 2010 ഞാൻ ആദ്യമായി തിരുപ്പതിയിൽ പോകുന്നു. അന്ന് പോയിട്ട് സാമാന്യം ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് 2011 എനിക്ക് തോന്നി, മനസ്സ് എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ പോകണമെന്ന്. അങ്ങനെ 2011 2-3 പേരുമായിട്ട് ഞാൻ തിരുപ്പതിക്ക് പോയി. ഞങ്ങൾ ഇവിടുത്തെ സാധാരണ ക്രമം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പ്രാവശ്യം പോയത്. അപ്പോൾ ക്യൂവിൽ കയറിയാണ് ഓരോ റൂമിൽ അടച്ചിട്ട്, ഓരോ റൂമിൽ കുറേ പേരെ അടച്ച്, അത് കഴിഞ്ഞ് അടുത്ത റൂമിൽ അവർക്ക് ആഹാരവും ഫുഡും ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ക്യൂവിലാണ് വന്നത്. അല്ലാതെ സ്പെഷ്യൽ ക്യൂവിലല്ല. ക്യൂവിൽ അങ്ങനെ വന്നപ്പോൾ ഏതോ ഒരു 4 മണിയോടുകൂടി, തിരക്ക് കുറവുള്ള ദിവസമാണ്, 4 മണിയോടുകൂടി ദർശനത്തിനുള്ള ക്യൂവിലെത്തി. അപ്പോൾ ആ ക്യൂവിലെത്തിയപ്പോൾ ആ ക്യൂവിൽ കയറി ഞങ്ങൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഞാൻ നോക്കുമ്പോൾ വിഗ്രഹം അവിടെ ഇല്ല. അവിടെ തിരുപ്പതിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണല്ലോ, ആ വിഗ്രഹം അവിടെ ഇല്ല, ചുമ്മാതെ വേക്കൻറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഈ കാര്യം, എന്താ ഇന്ന് വിഗ്രഹം ഇവിടെ വെക്കാത്തത് എന്ന് ഞാൻ വിചാരിച്ചു. ഇനി അത് അടച്ചിരിക്കുകയാണോ? അല്ല, എല്ലാവരും, ഞാൻ 2 വശവും നോക്കി, എല്ലാവരും നോക്കി തൊഴുന്നുണ്ട്. അപ്പോൾ അടച്ചിരിക്കുകയല്ല, ആ വിഗ്രഹമില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട് അവിടെ. ഇതെന്ത് സംഭവിച്ചു വിഗ്രഹത്തിന് എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് നോക്കുമ്പോൾ എൻ്റെ ഇടതുവശത്ത് നോക്കുമ്പോൾ കല്ലിൽ ഉള്ള എന്നേക്കാൾ ഒരു 2 അടി 3 അടിയും കൂടെ ഉയരത്തിൽ വിഗ്രഹം നിൽക്കുന്നു. തിരുപ്പതി വിഗ്രഹം എൻ്റെ തൊട്ടടുത്ത്, എൻ്റെ ക്യൂവിനോട് ചേർന്ന്. ഇതാരാ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചതെന്ന് മനസ്സ് ചോദിച്ചു. എന്താ ഇങ്ങനെ സംഭവിച്ചു, ആരാ ഇവിടെ കൊണ്ടുവച്ചതെന്ന് വിചാരിച്ച് ഞാൻ ഇത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആഭരണങ്ങളോ ഒന്നും തന്നെ ഇല്ല, മാലയൊന്നുമില്ല, വെറും വിഗ്രഹം മാത്രം, കല്ല്. അതിൻ്റെ നെറ്റിക്ക് ഒരു വിട്ടുകൊണ്ട് അടയാളം, ഇടത്തെ നെറ്റിക്ക് ഒരു വിട്ടുകൊണ്ട് അടയാളമുണ്ട്. പിന്നെ ഈ താടിക്ക് ചുഴി നല്ല വ്യക്തമായിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലുള്ള ആ നാമമുദ്ര ഒന്നുമില്ല, ഒരു അലങ്കാരവുമില്ല. അടുത്ത് നിൽക്കുന്നു. ഞാൻ ഇനിയും ഏതെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണോ? ഏതായാലും ഞാൻ മറ്റ് കാണാത്ത സ്ഥിതിയിൽ ഇവിടെ ഞാനൊന്ന് വന്നിച്ച് പോന്നു. അത് കഴിഞ്ഞ് പിന്നീട് അപ്പോഴെനിക്ക് ഈ ആസ്ട്രൽ ബോഡിയെ കാണാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ അന്ന് തിരിച്ചറിയുന്നില്ല. ആസ്ട്രൽ ബോഡിയെ ഞാൻ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതൊക്കെ എല്ലാവരും കാണുന്നതൊക്കെയാണെന്നേ ഞാൻ ധരിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഈ കണ്ടത്, ഈ നമ്മുടെ ഇപ്പോൾ പോയി കണ്ട വിഗ്രഹം എവിടെയാണ്? അത് ശ്രീകോവിലിനകത്ത് എങ്ങനെ ഇരിക്കുകയായിരുന്നു അത്? അപ്പോൾ ഈ കൂടെ വന്ന ആളെന്ന് പറയുന്നത് ഈ ഇവിടെ അടുത്തുള്ള ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പോ കൊട്ടാരക്കര, അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററാണ്, റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്ററാണ്. പിന്നെ വേറെ സുഹൃത്താണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, അത് വിഗ്രഹം കെട്ടിക്കുക? അത് നമ്മൾ കാണുന്ന സാധാരണ വിഗ്രഹം, നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ വിഗ്രഹം അലങ്കരിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്ത് കണ്ടതോ? അവിടെ ഒന്നും കണ്ടില്ല, അവിടെ ഒന്നും ഇല്ലായിരുന്നു.
അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ദർശനമായിട്ട് എനിക്ക് തോന്നി. ആ വിഗ്രഹം കഴിഞ്ഞ് ആ വിഗ്രഹം കണ്ട് അതെന്താണ് ആ ഭഗവാൻ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വെറും കല്ല് മാത്രമാണ്, നീ എന്തിനാ ഇവിടം വരെ വരുന്നതെന്നാണോ, ഞാൻ യഥാർത്ഥ രൂപം ഇതാണെന്നാണോ, എന്താണ് ആ ഭഗവാൻ എന്നോട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഭഗവാന്റെ വിഗ്രഹം പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ആ വിഗ്രഹത്തിൽ എന്തെല്ലാം പ്രത്യേകതയുണ്ടോ, വിഗ്രഹത്തിൽ എന്ന് വെച്ചാൽ ആ കല്ലിൽ എന്തെല്ലാം പ്രത്യേകതയുണ്ടോ അത് മുഴുവൻ എനിക്ക് എണ്ണി കാണാൻ പറ്റി. ആ വെട്ട് എന്തായിരിക്കും എനിക്കറിയില്ല. ആ വെട്ടുണ്ട്, ആ ഒരു വെട്ട്, നെറ്റിയിലൊരു വെട്ടുണ്ട്. ആ വെട്ടെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ വളരെ ദൂരെ നിന്നാൽ നമുക്ക് ദർശനം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ട് മുഖമെല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റി. തുടുത്ത കവിളുകൾ, താടി ഇവിടെ ഒരു കുഴിയുണ്ടല്ലോ ചിലർക്ക്, ചുഴി, ആ ചുഴിയുണ്ട്. പിന്നെ നല്ല വിടർന്ന മൂക്കുകൾ, നല്ല മനോഹരമായ മൂക്കുകൾ. കയ്യിൽ 2 കൈകളും ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ താങ്ങിൽ പിടിച്ചിരിക്കുന്ന പോലെ 2 വശത്തു നിന്ന് പിടിച്ചിരിക്കുക. കയ്യിലൊന്നുമില്ല, മേപ്പോട്ട് കൈയില്ല. മേപ്പോട്ട് കൈ 4 കൈയാണ് കാണിച്ചിരിക്കുന്നത്, ശംഖും ചക്രം അതില്ല, ആ കൈയില്ല. താപ്പോട്ട് താങ്ങി ഇരിക്കുന്ന 2 കൈ മാത്രമേ ഉള്ളൂ. പിന്നെ വസ്ത്രത്തിൻ്റെ ഭാഗവും കൊത്തിയിട്ടുണ്ട്. ഇതെന്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. വേറെ ആരോട്ട് കണ്ടതുമില്ല. എൻ്റെ കൂടെ വന്നവരോടൊക്കെ ചോദിച്ചു. അവർ സാധാരണ കാണുന്ന പോലെ സാധാരണ അലങ്കരിച്ചിരിക്കുന്ന വിഗ്രഹമാണ് എല്ലാവരും കണ്ടത്. ഇത് കരിങ്കല്ല് തന്നെയായിരുന്നു അതോ കരിങ്കല്ലാണ്? മനുഷ്യ രൂപത്തിൽ? കരിങ്കല്ല. ഞാൻ ദൃഷ്ടിയൊക്കെ നോക്കി, ദൃഷ്ടിയൊക്കെ മനോഹരമായിട്ട് കൊത്തിവെച്ചിരിക്കുന്നു, നല്ല പോലെ കൊത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ നല്ല ആ കർവ് ചെയ്തെടുത്തിരിക്കുന്ന എല്ലാം നന്നായി കാണാം. ഒരു കുഴപ്പവും പറയാൻ വയ്യാത്ത, പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 6 അടി എനിക്ക് 5 അടിയേ മറ്റേ ഉള്ളൂ, 6 അടിയിൽ മേൽ ഉയരമുണ്ട്. പക്ഷേ ഈ വിഗ്രഹത്തിന് 8 അടി ഉയരമുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കിയെങ്കിലേ അതിൻ്റെ മുഖം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര വലിയ വിഗ്രഹമാണ്. ഇതെന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നീട് എപ്പോഴെങ്കിലും പിന്നെ പോകാൻ എനിക്ക് തോന്നിച്ചിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും പോകാൻ അവസരം ഒത്തിരി കിട്ടിയിട്ടുണ്ട്, പക്ഷേ പോകാൻ എനിക്ക് തോന്നിച്ചിട്ടില്ല. ബുക്ക് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പോകാൻ തോന്നിച്ചിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഞാനെന്നായിരിക്കാമോ ചിലപ്പോൾ അതിൻ്റെ അർത്ഥം. നീ എന്തിനാ അവിടുന്ന് ഇവിടം വരെ കഷ്ടപ്പെട്ട് വരുന്നത് എന്നാകും ചിലപ്പോൾ. അല്ലെങ്കിൽ നീ വരണ്ടെന്നോ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നായിരിക്കാം. എന്തായാലും ആ വിഗ്രഹം എനിക്ക് തൊട്ടടുത്ത് കൈയെത്തുന്ന ദൂരത്തിലല്ല, അതിൽ കുറച്ചുകൂടെ അടുത്ത്, അതിന് ഇടയ്ക്കൊരു ക്യൂ പോകാൻ വേണ്ടിയുള്ള ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. അതിന് തൊട്ടപ്പുറത്ത് അടുത്താണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് വ്യക്തമായിട്ട് കാണാം. അത് നമ്മൾ ബാലാജിയുടെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ കാണുന്ന അതേ പ്രത്യേകത എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞത് പ്രത്യേകത അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ്. ഒന്ന് കിരീടമില്ല, മുടിയാണ് കർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വിഗ്രഹമില്ല. ഇങ്ങനെ ചില പ്രത്യേകതകൾ കാണാനുണ്ട്. കുണ്ടലമില്ല, മുടിയില്ല, 4 കൈയില്ല, 2 കൈയേ ഉള്ളൂ. 2 കൈയും ഇങ്ങനെ കുരുത്ത പോലെ 2 വശത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ 10 നടന്നതായതുകൊണ്ട് 11 നടന്നതായതുകൊണ്ട് എനിക്ക് എന്നാലും ഇതൊക്കെ ആയിരുന്നു അന്നത്തെ ഉണ്ടായിരുന്ന. പിന്നീട് വിഷ്ണു രൂപം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? വിഷ്ണു രൂപം എനിക്ക് വിഷ്ണു രൂപം കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? അതിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് വിഷ്ണു രൂപം കാണാൻ പറ്റില്ല. ഞാൻ പിന്നെ പാലാഴി വൈകുണ്ഠത്തിൽ പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ധ്യാനത്തിൽ പോയതാണ്. ധ്യാനത്തിൽ പോയപ്പോൾ വിഷ്ണുവില്ല. 2 ദേവിമാരിപ്പുണ്ട്. ഒരാൾ കിരീടം വെച്ച ദേവിയും മറ്റൊരാൾ കിരീടം വെക്കാത്ത ദേവിയും. ഈ വൈകുണ്ഠത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എവിടെയാണ്? നമുക്കിത് എഴുതി എങ്ങും വെച്ചിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഇന്ന് അല്ലെ പോയാൽ ഇന്ന ദേവിയാണ് അല്ലെ ഇന്ന ദേവനാണ് നമുക്ക് കുറിപ്പ് കാണുമല്ലോ. ഇത് ഇങ്ങനെ നമ്മൾ ഈ ധ്യാന ലെവലിലൊക്കെ പോകുമ്പോൾ ഒരു കുറിപ്പുമില്ല, ചോദിക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല. അങ്ങനെ പോയപ്പോൾ കിരീടം വെച്ച മനോഹരമായ സുന്ദരിയായ ഒരു ദേവി ഇരിക്കുന്നു.
അതിൻ്റെ ഇടതുവശത്ത് ഒരാൾ കിടക്കുന്ന ഡിസ്റ്റൻസ് ഉള്ളതിനപ്പുറം ഒരു ദേവി, കിരീടമില്ല, അത്ര വലിയ ആർഭാടമായ ഡ്രസ്സല്ല, ഇരിക്കുന്നു. അവർ ഒരു മുനിയെ വിളിക്കുന്നു. മുനി മേളിൽ നിന്ന് എന്ന പോലെ വരുന്നു. മുനി കണ്ടപ്പോൾ എനിക്കിപ്പോൾ മുൻപരിചയമുള്ള പോലെ തോന്നി. ഭൃഗുവായിരുന്നു അത്. ഭൃഗു മഹർഷിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നു. അവിടെ കിടന്ന ആളിനെ പറ്റി, അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോയിട്ട് കുറേ നാളായല്ലോ, വരാത്ത എന്താ പെട്ടെന്ന് എത്തിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഞാൻ അന്വേഷിക്കാൻ, റാനൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഞാൻ അന്വേഷിക്കാം. അപ്പോൾ റാനെന്ന് അങ്ങനെ ആ വളരെ ഭവ്യമായി നിന്നപ്പോഴത്തേക്ക് ആ ദേവിയുടെ നില എനിക്ക് മനസ്സിലായി. വളരെ ഉന്നതിയിലുള്ള ഒരു ദേവിയാണ്, ലക്ഷ്മി ആയിരിക്കാം. അപ്പോൾ അവിടുന്ന് ഞാൻ എൻ്റെ എക്സ്റ്റേണൽ ബോഡിയിലേക്ക് ധ്യാന ലെവലിൽ തന്നെ പോരുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ബാക്കി കാര്യമൊന്നും അറിയാൻ പറ്റിയില്ല. പിന്നീട് എപ്പോഴെങ്കിലും വിഷ്ണുവിനെ ഞാൻ ഹിമാലയത്തിലൊക്കെ പോയെങ്കിലും ശിവനെ കണ്ടിട്ടുണ്ട്, വിഷ്ണുവിനെ കാണാൻ പറ്റിയിട്ടില്ല. വിഷ്ണുവിനെ പിന്നെ വേറെ ഒരിടത്തും വെച്ച് കണ്ടിട്ടില്ല. കാണാത്ത ദേവൻ വിഷ്ണുവാണ്. അപ്പോൾ ഇത് ഇത്രയേ കണ്ടിട്ടുള്ളൂ. ഒന്ന് കല്ല് രൂപത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഒന്ന് ധ്യാനത്തിൽ ഉയർന്നു പോയപ്പോൾ രണ്ട് ദേവിമാരുടെയിൽ വിഷ്ണു ഇല്ല, വിഷ്ണു എവിടെയോ പോയിരിക്കുന്നു, അല്ലെങ്കിൽ നിലവിൽ അവിടെ ഇല്ല. ഇത് വളരെ ഉന്നതിയിലുള്ള തലമാണ്. ഉന്നതിയിലുള്ള തലമെന്ന് പറയുമ്പോൾ മഹർഷിമാരുടെ തലത്തിന് അടുത്ത തലമാണ്. മഹർഷിമാർ പോലും വന്നിക്കുന്ന ഒരു തലത്തിലാണ് ഞാൻ എത്തപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഉന്നതിയിലുള്ള തലമാണെന്ന് മനസ്സിലായി. എനിക്ക് എങ്ങനെയോ ഭൃഗു മഹർഷിയാണതെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ നീളം കുറഞ്ഞ ഒരു മനുഷ്യൻ. സാധാരണ മഹർഷിമാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു 7 അടി നീളം ഒക്കെ നമ്മുടെ മനസ്സിൽ വരിക. ഇതൊരു 4 അടി 5 അടി ഉയരമേ ഉള്ളൂ. 4 അടി ഉയരമേ ഈ ഭൃഗു മഹർഷിക്കുള്ളൂ. താടിയൊക്കെ വളരെ വിശാലമായ താടി, മുടിയും വളരെ വിശാലമായ മുടി, വളരെ മെലിഞ്ഞ് ശുഷ്കിച്ച ശരീരം. പെട്ടെന്ന് തന്നെ അദ്ദേഹം ദേവിയെ വണങ്ങിയിട്ട് അപ്രത്യക്ഷമായി. അപ്പോഴും ഈ ഒരാൾ കിടക്കുന്നതിനപ്പുറത്തിരിക്കുന്ന ദേവി കിരീടമില്ലാതെ, പ്രത്യേക മിനുങ്ങുന്ന വസ്ത്രമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ദേവി കണ്ണു തുറന്നിട്ടില്ല. ഈ കിരീടം വെച്ചിരിക്കുന്ന ദേവി ഈ പറയുന്ന ഇൻസിഡൻറ്റ് പറയുന്ന സമയത്ത് കണ്ണ് തുറന്നതേ ഉള്ളൂ. കണ്ണ് തുറന്ന് നോക്കിയിട്ടാണ് ഇദ്ദേഹം ഇതുവരെ എത്തിയില്ലേ, ഇവിടെ പോയിരിക്കുകയാണ് എന്ന്. അപ്പോൾ ഉടനെ ആൾ വരട്ടെ എന്ന് പറയുമ്പോഴാണ് ഭൃഗു മഹർഷി അവിടെ ആഗതനാകുന്നത്. ഇതൊക്കെ ഒരു ഡ്രാമ പോലെ അല്ലെങ്കിൽ ബാലെ പോലെ തോന്നിക്കുമെങ്കിലും ഇങ്ങനെയാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ശരീരത്തിലേക്ക് പോരുകയായിരുന്നു ചെയ്തത്. അപ്പോഴും എനിക്ക് വിഷ്ണുവിനെ കാണാൻ പറ്റിയില്ല.